ബി.ജി. വിഷ്ണു ഇവിടെ ഇപ്പോൾ കോടതി ഉന്നയിച്ച 3 ആരോപണങ്ങൾ പരിശോധിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച 3 ആരോപണങ്ങൾ പരിശോധിക്കുന്നു. ആ പരാതിയിൽ പറയുന്ന 3 ആരോപണങ്ങൾക്കും കഴമ്പില്ല, അതല്ലെങ്കിൽ വസ്തുതയുടെ പിൻബലമില്ല എന്ന് കോടതി പറയുന്നു. അപ്പോൾ ഈ കരിമണൽ കമ്പനിക്ക് മുഖ്യമന്ത്രിയിൽ നിന്ന് എന്തോ ആനുകൂല്യം കിട്ടി എന്ന ആരോപണം അവിടെ അവസാനിക്കുകയല്ലേ? ഇതിപ്പോൾ ആരൊക്കെയാണ് രക്ഷപ്പെട്ടത്? ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാരെല്ലാം ഇപ്പോൾ രക്ഷപ്പെട്ടല്ലോ. അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടിയതെല്ലാം കൊണ്ട് ഒരു വിജിലൻസ് കോടതിയിൽ കൊടുത്തിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയും പരിശുദ്ധനായി, ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാരും പരിശുദ്ധരായി, പിണറായിയും പരിശുദ്ധനായി, മാത്യു കുഴൽനാടൻ്റെ 2.5 ഏക്കറും രക്ഷപ്പെട്ടു. ഇനി അവർ നിശബ്ദരായല്ലേ ഇരിക്കൂ? ഇനി ആരെങ്കിലും ശബ്ദിക്കുമോ? അപ്പോൾ പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ട് അന്തരീക്ഷത്തിൽ നിന്നുള്ള രേഖകളുമായി കോടതിയിൽ പോയി പരസ്പരം രക്ഷപ്പെടുത്തിക്കൊണ്ട് കൈകൊടുത്ത് പിരിഞ്ഞിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM-ഉം. അത് മാത്യു കുഴൽനാടന് ലാഭമായി, മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിക്കും ലാഭമായി. അതുകൊണ്ട് ഈ ലാഭ കച്ചവടത്തിലെ പങ്കാളികൾ എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബവും ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുമാണ്. അതുകൊണ്ടാണ് ഉളുപ്പില്ലാതെ രാവിലെ മുഴുവൻ വന്നിരുന്ന് പത്രസമ്മേളനം നടത്തി ഞങ്ങൾ മുഖ്യമന്ത്രിയെ കോടതി കയറ്റുന്നു, മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകളുമായി എന്ന് നാഴികയ്ക്ക് 40 വട്ടം പത്രസമ്മേളനം നടത്തി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞിട്ട് ഒരു അർത്ഥശങ്കയ്ക്കിടയില്ല, ഒരു ചെറിയൊരു തെളിവ് പോലും ഇല്ലാതെ ശങ്കരാടിയെ പോലെ കോടതിയിലേക്ക് ഓടിക്കയറി കോടതിയിൽ നിന്ന് തിരിച്ചടി വാങ്ങിയത്. പിന്നെ ഈ കോടതി വിധികളെല്ലാം പരിശുദ്ധമാണെന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ലോകായുക്ത വിധിയും വിജിലൻസ് കോടതിയുടെ വിധിയുമൊക്കെ ചിലരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി AKG സെന്ററിൽ നിന്ന് എഴുതി പോകുന്ന തരത്തിലേക്ക് തഴന്താഴ്ന്ന ചില വിധികൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. വിധിയെ വിമർശിക്കാം, പക്ഷേ വിധിയിൽ മറ്റു താല്പര്യങ്ങൾ ആരോപിക്കുന്നത് കോടതി അലക്ഷ്യമായി മാറാം. താങ്കളൊരു അഭിഭാഷകനാണല്ലോ. അല്ല, വിധിയുടെ സത്തയെ വിമർശിക്കാം, അതിന്റെ കണ്ടന്റിനെ വിമർശിക്കാം. അല്ല, സത്തയെ തന്നെയാണ് കൃത്യമായ ഭാഷയിൽ വിമർശിക്കപ്പെടുന്നത്. കഴിഞ്ഞ ലോകായുക്ത വിധി ആരോപിച്ചാൽ അതിന് ഉത്തരവാദിത്വം താങ്കൾക്ക് മാത്രമാണ്, എനിക്കില്ല. അല്ല, ഞാൻ പറയുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് തന്നെയുണ്ട്. അതിന് മറ്റാരും ഏറ്റെടുക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഈ സഖ്യമെന്ന് പറയുന്നത് ഇന്ത്യ സഖ്യമാണ്. ഈ രാജ്യത്ത് നരേന്ദ്രമോദി അഴിമതിക്കെതിരായി സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുമ്പോൾ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ നടത്തുന്ന കള്ളത്തിനെതിരെയും അഴിമതിക്കെതിരെയും കെടുകാര്യസ്ഥതയെതിരെയും പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ തട്ടിപ്പറിക്കുന്നത് നടത്തുമ്പോൾ പരസ്പരം പാലമിട്ടുകൊണ്ട് ഇവിടെ പരസ്പരം രക്ഷിക്കപ്പെടുന്ന ഒരു ഇന്ത്യ സഖ്യത്തിന്റെ പരസ്പരം കൊടുക്കൽ വാങ്ങലിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നിവിടെ മുന്നോട്ട് വന്നിരിക്കുന്നത്. ശരി.